സ്നേഹമുള്ള സഹോദരി സഹോദരങ്ങളെ, വീണ്ടും അനുഗ്രഹത്തിൻ്റെ ഒരു നൈറ്റ് വിജിൽ രാത്രിയിലേക്ക് നിങ്ങളേവരെയും ഏറ്റവും സ്നേഹത്തോടെ ശാലോം കുടുംബം ക്ഷണിക്കുകയാണ്. ഒരു പക്ഷേ ഭവനങ്ങളിൽ ടി വിയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ആയിരിക്കാം നമ്മൾ ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുക. സ്നേഹമുള്ളവരെ, നമ്മൾ എവിടെയാണെങ്കിലും, ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയ ഒരു രാത്രിയാണ് ഈ നൈറ്റ് വിജിൽ. കാരണം ഇന്ന് രാത്രി മുഴുവനും ശാലോമിൽ ദൈവജനത്തിന് വേണ്ടി മധ്യസ്ഥ പ്രാർത്ഥനകൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ വളരെ പ്രാർത്ഥനയോടെ കുടുംബങ്ങളിലായിരിക്കുന്നവരും ഈ ഓഡിറ്റോറിയത്തിലായിരിക്കുന്നവരും നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളെയും പൂർണ്ണമായും സമ്പൂർണമായും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് കർത്താവിൻ്റെ കരങ്ങളിൽ നിന്നും ദൈവകൃപകൾ ഈ രാത്രിയിൽ നമുക്ക് വാങ്ങാം. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ഈ ശുശ്രൂഷയിൽ നാം പങ്കെടുക്കുക. അതുമല്ല എങ്കിൽ ഒരു പക്ഷേ ശാലോം ടെലിവിഷന് മുമ്പിൽ ആയിരിക്കുമ്പോൾ നാളുകളായി നാം പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരായിരിക്കാം. എങ്കിൽ ഈ രാത്രിയിൽ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്, നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവർ നിങ്ങളുടെ കുടുംബത്തിലും ചുറ്റുപാടുകളിലുമെല്ലാം ഒരുപാട് വേദനയിൽ കഴിയുന്ന ഒരുപാട് സഹോദരി സഹോദരങ്ങളെല്ലാം ഉണ്ടാകാം. അവരെ ഇപ്പോൾ ഒന്ന് ഫോൺ വിളിക്കുക. ഇതാ ശാലോമിൻ്റെ ശാലോം ടി വിയിൽ ഇതാ മനോഹരമായ അനുഗ്രഹത്തിൻ്റെ ഒരു ശുശ്രൂഷ നടക്കുകയാണ്. നിങ്ങൾക്കത് അനുഗ്രഹമാകും എന്ന ബോധ്യത്തോടെ നമുക്ക് ഈ ശുശ്രൂഷയെ നമുക്ക് ചേർന്ന് നിൽക്കാം. പ്രിയമുള്ളവരെ, വചനം ഇപ്രകാരം പറയുകയാണ്, ഈ രാത്രിയിൽ ദൈവം നമുക്ക് നൽകുന്ന ഒരു ഉറപ്പ്, ഒരു കാര്യത്തിൽ നമ്മൾ ഉറപ്പുള്ളവരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുകയാണ്. കണ്ടാലും ദൈവം എത്ര വലിയ സ്നേഹമാണ് നമ്മളോട് കാണിച്ചിരിക്കുന്നത്. കണ്ടാലും എത്ര വലിയ സ്നേഹമാണ് പിതാവ് നമ്മോട് കാണിച്ചിരിക്കുന്നത്. നാം അവിടുത്തെ മക്കളാണ്. അങ്ങനെയാണു താനും ഒരു ഉറപ്പ് കർത്താവ് പറയാണ്. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് ഈ രാത്രിയിൽ നമ്മൾ പ്രാർത്ഥിക്കുക, മക്കളുടെ അവകാശത്തോടെ ഈ ആരാധനയോട് ചേർന്ന് പിതാവിൻ്റെ സന്നിധിയിൽ ഒരുപാട് കൃപകൾ ഈ രാത്രിയിൽ സ്വർഗം ഒരുക്കി വെച്ചിട്ടുണ്ട്. അത് പ്രാപിക്കുവാൻ മക്കളുടെ സ്വാതന്ത്ര്യത്തോടെ നമ്മളായിരിക്കുന്ന സ്ഥലങ്ങളിലിരുന്നു കൊണ്ട് ഈ ശുശ്രൂഷയിൽ നമുക്ക് പങ്കുചേരാം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 19-ാം അധ്യായത്തിൻ്റെ അവസാന തിരുവചനത്തിൽ ഇപ്രകാരം പറയുകയാണ്, കർത്താവേ, എല്ലാറ്റിലും തൻ്റെ സ്വന്തം ജനത്തെ ഉയർത്തുകയും മഹത്വപ്പെടുത്തുകയും ചെയ്തു. എന്നും എവിടെയും അവരെ തുണയ്ക്കുവാൻ അവിടുന്ന് മടി കാണിച്ചില്ല. കണ്ടോ, സ്വന്തം ജനത്തെ, സ്വന്തം മക്കളെ, മക്കളുടെ നന്മ ആഗ്രഹിക്കാത്ത ഏത് പിതാവാണുള്ളത്? അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമുക്കറിയാം, വിശുദ്ധ ബൈബിളിൽ മുഴുവനും കാണുന്നത് ഇസ്രായേൽ ജനതയെ മക്കളെ പോലെ പരിപാലിക്കുകയാണ്. അവരുടെ ആവശ്യങ്ങളിൽ ചെങ്കടലിൻ്റെ മധ്യേയും വിശന്നപ്പോഴും ദാഹിച്ചപ്പോഴും എല്ലാം ദൈവം അവരുടെ കൂടെ നടന്ന് പിതൃവാത്സല്യത്തോടെ അവരുടെ ജീവിതത്തിൽ ഇടപെട്ടതുപോലെ ഈ രാത്രിയിൽ പ്രിയ ദൈവമക്കളെ, പിതാവിൻ്റെ കൃപകൾ നമുക്ക് സ്വീകരിക്കുവാൻ നമുക്ക് നമ്മുടെ വിശ്വാസത്തെ ഉണർത്താം. നമ്മുടെ ജീവിത സാഹചര്യങ്ങളെ പൂർണ്ണമായും ദൈവകരങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവിൻ്റെ സ്നേഹം ഈ രാത്രിയിൽ നമ്മൾ അനുഭവിക്കും. ഇതിനോടകം പ്രിയമുള്ളവരെ, ധാരാളം ദൈവമക്കള് ഈ നൈറ്റ് വിജിൽ പങ്കെടുത്തുകൊണ്ട് അത്ഭുതങ്ങളും അടയാളങ്ങളും അല്ലെങ്കിൽ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ പ്രാപിച്ചിട്ടുണ്ട്. ഇത് അനവധി വ്യക്തികളുടെ പ്രാർത്ഥനയുടെ ഉത്തരമാണ്. കർത്താവിൻ്റെ വലിയൊരു സമ്മാനമാണ്. നമ്മുടെ ഭവനങ്ങളിൽ ഇരുന്നു കൊണ്ട് പോലും ഒരു ധ്യാനത്തിൽ പോലും പോകാൻ പറ്റാത്ത ജീവിത സാഹചര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ടാകാം. അങ്ങനെയുള്ളവർക്ക് വേണ്ടി അവരുടെ ജീവിതത്തിൽ അവരുടെ കുടുംബത്തിലേക്ക്, അവരുടെ അടുത്തേക്ക് ഈശോ ദിവ്യകാരുണ്യം കടന്നു വരുന്ന മണിക്കൂറുകളിലൂടെയാണ് നാം കടന്നു പോകുക. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെയും വളരെ ആദരവോടും വളരെ ബഹുമാനത്തോടും ദൈവസന്നിധിയിൽ നമ്മുടെ ജീവിതങ്ങളെ സമർപ്പിച്ച് ഈ ആരാധന, ഈ നൈറ്റ് വിജിൽ ഒരു അനുഗ്രഹത്തിൻ്റെ രാത്രിയാക്കി മാറ്റുവാൻ ഞങ്ങൾ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. യേശുവില് കരങ്ങൾ ഉയർത്തി ഒന്ന് പറയാമോ? ഹല്ലേലൂയാ. ഒന്ന് സ്വരം ഉയർത്തി ഹല്ലേലൂയാ. രണ്ട് കരങ്ങളൊന്ന് വീശിക്കൊണ്ട് ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഒരു ഗാനം പാടി നമ്മൾ ദൈവത്തെ ആരാധിച്ച് നമ്മുടെ ജീവിതങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ദയവായി നമ്മൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ ഏറ്റവും സ്വസ്ഥമായി പ്രാർത്ഥിക്കുവാൻ, ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കുവാൻ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് ഒരുക്കാം. കണ്ണുകളടച്ച്
പിതാവിൻ്റെ ആത്മാവ്, പിതാവ് നമുക്ക് നൽകിയ ആത്മാവ് ലോകം മുഴുവനും വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ് പ്രിയരെ. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്ന ഈ അനുഗ്രഹത്തിൻ്റെ ദിനങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളെ കർത്താവിൻ്റെ പക്കലേക്ക് ചേർത്ത് വെക്കാം. പിതാവായ ദൈവം തൻ്റെ സ്നേഹം നമ്മോട് കാണിച്ചത് തൻ്റെ പൊന്നോമന പുത്രനെ ഈ ലോകത്തിലേക്ക് നൽകുവാൻ തക്കവിധം അത്രമാത്രം സ്നേഹം നമ്മോട് കാണിച്ചില്ലേ? അതേ വാത്സല്യം ഈ രാത്രിയിൽ നമ്മളോട് കാണിക്കും. ദയവായി കണ്ണുകളൊന്ന് അടയ്ക്കാമോ? കൺമണി പോലെ നമ്മളെ കാക്കുന്ന പരിപാലനയുടെ കരങ്ങൾ നമ്മുടെ ഈ രാത്രിയിൽ നമുക്ക് അനുഭവിക്കാം. ഈശോയെ, ഈ രാത്രിയിൽ അവിടുന്ന് ഇറങ്ങി വരണമേ, എൻ്റെ ഭവനത്തിലേക്ക് ഇറങ്ങി വരണമേ. ഈ രാത്രിയിൽ ഉറക്കമുളച്ച് ഞാൻ ശാലോമിനോട് ചേർന്ന് എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുകയാണ്. കർത്താവേ, എൻ്റെ ആവശ്യങ്ങളിലേക്ക് നീ ഇടപെടണമേ എന്ന ആഗ്രഹത്തോടെ രണ്ട് കരങ്ങളും അല്പമൊന്ന് ഉയർത്തിപ്പിടിക്കാമോ? നിങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ കരങ്ങളൊന്ന് യാചനയോടെ ദൈവപിതാവിൻ്റെ മക്കളുടെ സ്വാതന്ത്ര്യത്തോടെ കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എൻ്റെ പ്രിയ ദൈവമക്കളെ, ദൈവത്തിൻ്റെ ആത്മാവിനെ നമുക്ക് ക്ഷണിക്കാം. കർത്താവിൻ്റെ സ്നേഹം നമ്മുടെ ജീവിതങ്ങളെ രൂപാന്തരപ്പെടുത്തും. ഒന്ന് സ്തുതിക്കാം. യേശുവേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. ഒന്ന് നന്ദി പറയാമോ? കർത്താവിൻ്റെ സ്നേഹത്തോടെ നമ്മുടെ അരികിലേക്ക് വിളിക്കാമോ? വിളിച്ചാൽ കർത്താവ് വരും. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് ഉത്തരം നൽകും. സ്തുതിക്കാമോ? നമുക്ക് പറ്റുന്ന രീതിയിൽ ആകുന്ന ഭാഷയിൽ ഭവനങ്ങളിലിരുന്നും ഈ ഓഡിറ്റോറിയത്തിലിരുന്നും നമ്മുടെ കർത്താവിനെ ഒന്ന് വിളിക്കാമോ? ഈശോയെ, അവിടുന്ന് എൻ്റെ അരികിലേക്ക് വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കാം. ദൈവത്തിന് മഹത്വം നൽകാം, ഈശോയ്ക്ക് മഹത്വം നൽകാം. ഈശോ തീർച്ചയായും നമ്മുടെ വേദന കാണുന്നുണ്ട്, നമ്മുടെ കണ്ണുനീര് കാണുന്നുണ്ട്. അവിടുന്ന് നമ്മുടെ ദൈവമാണ്. അവിടുന്ന് നമ്മൾ ആരും നശിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഈശോയെ, നീ എൻ്റെ അരികിലേക്ക് വരണമേ, എൻ്റെ ഭവനത്തിലേക്ക് വരണമേ, എൻ്റെ ആവശ്യത്തിലേക്ക് വരണമേ. ഞങ്ങളിതാ ഒരു സമൂഹം എന്ന നിലയിൽ രണ്ട് കരങ്ങളും ഉയർത്താമോ? രണ്ട് കരങ്ങളൊന്ന് പൂർണ്ണമായി ഉയർത്താമോ? രണ്ട് കരങ്ങളും ഈശോയുടെ പക്കലേക്ക് പൂർണ്ണമായി ഉയർത്തിക്കൊണ്ട് യേശുവിൻ്റെ നാമത്തെ ഒന്ന് വിളിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ, യേശുവേ എന്ന് ഉറക്കെ വിളിക്കാമോ? ഒരു 2-3 പേർക്ക് കേൾക്കാവുന്ന ഉച്ചത്തില് ഈ ആലയം മുഴുവനും ദൈവസ്തുതിപ്പ് കൊണ്ട് നിറയട്ടെ. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കണ്ണുകൾ അടച്ച് നമ്മുടെ ജീവിതത്തെ ഈശോയ്ക്ക് കൊടുത്ത് ഈ ഗാനത്തോട് ചേർന്ന് നമുക്ക് കർത്താവിനെ മഹത്വപ്പെടുത്താം. നമ്മളെ തന്നെ ഒരുക്കാം. ദൈവസ്നേഹം നമ്മളെ രൂപാന്തരപ്പെടുത്തും. നിശ്ചയമായും ഈശോ നമ്മളെ അനുഗ്രഹിക്കും. വിശ്വസിക്കാം. നിന്മണി പോ എന്നെ കരുതും, ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും, തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ. കണ്ണിൻ മണി പോ എന്നെ കരുതും, ഉള്ളം കരത്തിൽ എന്നെ വഹിക്കും, തള്ളിക്കളയാതെ മാർവിൽ ചേർക്കും, സ്നേഹമാകും യേശുവേ. ഉയർത്താമോ? പ്രാണനേക്കാൾ അരികിലുള്ളതാ, ഭയപ്പെടുവാൻ കാര്യമില്ല. ഭയപ്പെടേണ്ട പ്രിയരേ, സ്നേഹമേറെ നൽകുന്നതിനാൽ
നേരമില്ല. സ്നേഹമേറെ നൽകുന്നതിനാൽ ഭാരപ്പെടുവാൻ നേരമില്ല. യേശുവേ കരങ്ങളുയർത്തി വിളിക്കാം, യേശുവിനെ വിളിക്കാം. സ്നേഹമേ, യേശുവിനെ ഒന്ന് വിളിക്കാമോ? യേശുവേ സ്നേഹമേ, യേശുവിനെ വിളിക്കാമോ? യേശുവേ സ്നേഹമേ, യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. സ്നേഹമേ, എല്ലാവരും വിളിക്കുന്നു യേശുവിന്റെ സ്നേഹം. യേശുവേ ആ സ്നേഹം. സ്നേഹമേ, ഹല്ലേലൂയ, യേശുവേ സ്നേഹമേ, യേശുവേ ഈശോയെ, സ്നേഹമേ, നിന്റെ മക്കളുടെ അടുത്തേക്ക് വരണമേ. യേശുവേ മക്കളുടെ അവകാശത്തോടെ ഞങ്ങൾ വിളിക്കുന്നു. യേശുവിനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു, മഹത്വം നൽകുന്നു, ആരാധിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ പിതാവാണ്. ഞങ്ങൾ ആരും നശിച്ചു പോകാത്ത രീതിയിൽ ദൈവം ഇന്ന് ഞങ്ങളെ സ്നേഹം കൊണ്ട് നിറയ്ക്കും, ഞങ്ങളെ ചേർത്ത് പിടിക്കും. തള്ളക്കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ അടിയിൽ ഒളിപ്പിക്കുന്നത് പോലെ നമ്മളെ പൊതിഞ്ഞ് പിടിക്കും. അതേ, തൻ്റെ മക്കളോട് കാണിക്കുന്ന കാരുണ്യം വളരെ വലുതാണെന്ന് വചനം നമ്മെ പഠിപ്പിക്കുക. ഒരിക്കൽ കൂടി രണ്ട് കരങ്ങളും ഉയർത്താമോ? രണ്ട് കരങ്ങളും ഉയർത്തിക്കൊണ്ട് എല്ലാവരും യേശുവിനെ പിതാവായ ദൈവത്തെ ഒന്ന് വിളിക്കുക. എൻ്റെ അപ്പാ എന്നൊന്ന് വിളിച്ചേ, എൻ്റെ അപ്പായേ എന്നൊന്ന് വിളിച്ചേ. ഒന്ന് വാ തുറന്ന് വിളിക്കേണ്ട രീതിയിൽ മക്കളുടെ അവകാശത്തോടെ എൻ്റെ അപ്പാ എന്നൊന്ന് വിളിക്കാമോ? എൻ്റെ അപ്പാ, എൻ്റെ അപ്പായേ, എൻ്റെ അപ്പായേ, 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 അപ്പായേ. നിന്റെ മഹത്വം ഈ ആലയത്തിൽ വെളിപ്പെടുത്തണപ്പാ. ആരാധിക്കുന്നു, 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 ആരാധിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധിക്കുന്നു. യേശുവേ ആരാധിക്കുന്നു, ആരാധിക്കുന്നു, ആരാധിക്കുന്നു. ത്രിത്വമേ ആരാധന ആരാധിക്കട്ടെ. എല്ലാ ഹൃദയങ്ങളും സ്തുതിക്കട്ടെ. യേശുവിനെ വാ തുറന്ന് വിളിക്കാമോ? എത്രമാത്രം വാ തുറന്ന്, എത്രമാത്രം സ്വരമുയർത്തി യേശുവിനെ വിളിക്കാമോ? യേശുവേ എന്ന് വിളിക്കാമോ? യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവവചനം ഇന്നിവിടെ ആയിരിക്കുമ്പോൾ നമുക്ക് ഓർമ്മയിലേക്ക് കൊണ്ടുവരികയും പ്രാർത്ഥന വിഷയമായിട്ട് എടുക്കുകയും ചെയ്യാം. ആ വചനം ഇങ്ങനെയാണ്: നീ ദൈവത്തെ ആശ്രയിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടി എന്ന് ചോദിച്ച് മറ്റുള്ളവർ നിന്നെ കളിയാക്കുവാൻ നിന്റെ ദൈവം അനുവദിക്കുകയില്ല. എന്തെന്നാൽ നിന്നോട് കരുണ കാണിക്കാൻ അവിടുന്ന് ഒരു അവസരം കണ്ടെത്തും. ഒരിക്കൽ കൂടി പറയാം: നീ ദൈവത്തെ ആശ്രയിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടി എന്ന് ചോദിച്ച് മറ്റുള്ളവർ നിന്നെ കളിയാക്കുവാൻ നിന്റെ ദൈവം അനുവദിക്കുകയില്ല. എന്തെന്നാൽ നിന്നോട് കരുണ കാണിക്കുവാൻ അവിടുന്ന് ഒരു അവസരം കണ്ടെത്തും. കർത്താവിനെ ആശ്രയിക്കുന്നവരെ ലജ്ജിതരാകാൻ അവിടുന്ന് അനുവദിക്കാതെ അവരോട് കരുണ കാണിക്കുവാൻ ദൈവം ഒരവസരം കണ്ടെത്തുമെന്ന് ദൈവം നമ്മളോട് പറയുകയാണ്. ഒരു വിധത്തിൽ പറഞ്ഞാൽ നമ്മളൊക്കെ ജീവിക്കുന്നത് ഒരു കെട്ട കാലത്തിലാണ്.
ഇത് വെച്ചാൽ ഒരുപാട് കാരണങ്ങളാൽ പ്രതികൂലങ്ങളായ സാഹചര്യങ്ങൾ ഉള്ള ഒരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ വ്യക്തികളെ പരിശോധിക്കുമ്പോഴും കുടുംബങ്ങളെ പരിശോധിക്കുമ്പോഴും രാജ്യത്തെ പരിശോധിക്കുമ്പോഴും ലോകം മുഴുവനെയും പരിശോധിക്കുമ്പോഴും ഈ കെട്ട ലോകത്തിൻ്റെ ഒത്തിരി ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് ഈ കെട്ട കാലത്ത് നമുക്കൊത്തിരി ദൈവാനുഗ്രഹം, ദൈവകൃപ, കർത്താവിൻ്റെ സംരക്ഷണം, കർത്താവ് നൽകുന്ന സൗഖ്യം ആവശ്യമാണ്. അങ്ങനെ ഒരു കർത്താവിൻ്റെ ഇടപെടൽ, ഒരു സൗഖ്യത്തിൻ്റെയും വിടുതലിൻ്റെയും അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും എന്ന് വിചാരിച്ചുകൊണ്ടാണ് എല്ലാവരും തന്നെ നൈറ്റ് വിജിൽ ശുശ്രൂഷകളിൽ പങ്കെടുക്കുന്നത്. അതെവിടെ ഇരുന്നാണെങ്കിലും വീടുകളിൽ ഇരുന്നാണെങ്കിലും ഈ കെട്ടകാലത്തെ പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഈ രാത്രിയിൽ ഉണ്ടാകും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ്. തീർച്ചയായിട്ടും കഴിഞ്ഞ കാലങ്ങളിൽ ഈ നൈറ്റ് വിജിൽ ശുശ്രൂഷകളിൽ പങ്കെടുത്ത് ഒത്തിരി പേര് അനുഗ്രഹങ്ങളും സൗഖ്യവും വിടുതലും രക്ഷയും ഉദ്ദിഷ്ടകാര്യ സാധ്യതയും എല്ലാം നേടിയിട്ടുണ്ട്. നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഇന്ന് നമുക്ക് ഈ കെട്ടകാലത്തെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം ഈശോയ്ക്ക് സമർപ്പിച്ച് കർത്താവിൻ്റെ ഒരു ഇടപെടലിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇതിനോട് കരുണ കാണിക്കാൻ അവിടുന്ന് ഒരവസരം കണ്ടെത്തും. നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവേ, ഈ രാത്രിയിൽ ഈ നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ ഞങ്ങളോട് കരുണ കാണിക്കാൻ അവിടുന്ന് ഒരവസരം കണ്ടെത്തണമേ. ദൈവത്തിന് ഒരു സെക്കൻഡൊക്കെ മതി ഒരു അത്ഭുതം ചെയ്യാൻ, ഒരു കെട്ടഴിക്കാൻ, ഒരു പ്രശ്നം പരിഹരിക്കാൻ, ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകാൻ. ഒരു സെക്കൻഡും അതിൽ കുറഞ്ഞ സമയവുമൊക്കെ മതി. പ്രാർത്ഥിക്കാം, കർത്താവേ, ഈ നൈറ്റ് വിജിലിൻ്റെ സമയത്ത് ഏതെങ്കിലും ഒരു നിമിഷം, ഏതെങ്കിലും ഒരു തക്ക സമയം എന്നെ രക്ഷിക്കുവാൻ, എന്നെ സുഖപ്പെടുത്തുവാൻ, എന്നെ സൗഖ്യപ്പെടുത്തുവാൻ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുവാൻ, എൻ്റെ കുടുംബത്തെ രക്ഷിക്കുവാൻ, ഞാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തികളെ അവിടെ നിന്ന് അനുഗ്രഹിക്കുവാനായിട്ട് ഒരു നിമിഷം കർത്താവെ കണ്ടെത്തണമേ എന്ന് നമുക്കെല്ലാവർക്കും ഇന്ന് നല്ല തീഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കാം, വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിക്കാം. ചോദിച്ചാൽ ലഭിക്കും, അന്വേഷിച്ചാൽ കണ്ടെത്തും, മുട്ടുവീൻ തുറക്കപ്പെടുമെന്ന് നമ്മളോട് പറഞ്ഞത് കർത്താവ് തന്നെയാണ്. ഇവിടെ നമുക്ക് ഈശോയുടെ രാത്രിയിൽ ചോദിക്കാം. നമ്മുടെ ഹൃദയത്തിൻ്റെ എല്ലാ നൊമ്പരങ്ങളെയും അതിൻ്റെ കാരണങ്ങളെയും നമുക്ക് പുറത്തുള്ള നമ്മളെ അലട്ടുന്ന എല്ലാ കെട്ട സാഹചര്യങ്ങളെയും എല്ലാം ഈശോയ്ക്ക് നമുക്ക് സമർപ്പിക്കാം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മുകളിൽ അധികാരമുള്ള ശക്തിയുള്ള ഒരു ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. തൻ്റെ പീഡാസഹനവും കുരിശുമരണവും ഉത്ഥാനവും വഴി സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സർവ്വത്തിൻ്റെയും മേൽ, അതെ, സർവ്വത്തിൻ്റെയും മേൽ അധികാരമുള്ള ഒരു യേശു ക്രിസ്തുവിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആ യേശുവിൻ്റെ നാമത്തിലാണ് നമ്മൾ ഒന്നിച്ചു കൂടിയിരിക്കുന്നത്. ആ യേശുവിൻ്റെ നാമത്തിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അതുകൊണ്ട് ഈ കെട്ടകാലത്തെ പല ബന്ധനങ്ങളും അഴിഞ്ഞു പോകാൻ, കെട്ടുകൾ പൊട്ടിപ്പോകാൻ, രോഗങ്ങൾ സുഖപ്പെടാൻ, മുറിവുകൾക്ക് സൗഖ്യമുണ്ടാകാൻ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പല പ്രാർത്ഥനകൾക്ക് ഉത്തരം ലഭിക്കുവാൻ ഈ രാത്രി കർത്താവെ ഒരു സമയം, ഒരു തക്ക സമയം കണ്ടെത്തണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും ഒന്ന് കണ്ണുകൾ അടച്ചിരിക്കാമോ? നിങ്ങൾ ഓരോരുത്തരും നിങ്ങളെ തന്നെ, നിങ്ങളുടെ കുടുംബാംഗങ്ങളെ, നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ, നിങ്ങൾ അനുഭവിക്കുന്ന എല്ലാ കെട്ട സാഹചര്യങ്ങളെയും, എല്ലാ പ്രതികൂല സാഹചര്യങ്ങളെയും യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാമോ? പറയാം, കർത്താവേ, ഇതാണ് എൻ്റെ അവസ്ഥ, ഇതാണ് ഞാൻ കടന്നു പോകുന്ന വഴികൾ, ഇതാണ് എൻ്റെ സാഹചര്യങ്ങൾ, ഇതാണ് ഞാൻ അനുഭവിക്കുന്ന പ്രതികൂല സാഹചര്യങ്ങൾ, ഇതാണ് എൻ്റെ വീട്ടിലെ അവസ്ഥ, ഇതാണ് എൻ്റെ സാമ്പത്തിക അവസ്ഥ, ഇതാണ് എൻ്റെ ആരോഗ്യത്തിൻ്റെ അവസ്ഥ, ഇതാണ് എൻ്റെ പഠന മേഖലയിലെ അവസ്ഥ, ഇതാണ് എൻ്റെ കുടുംബജീവിതത്തിൻ്റെ അവസ്ഥ, ഇതാണ് എൻ്റെ തൊഴിൽ മേഖലയിലെ അവസ്ഥ. അങ്ങനെ ഒരുപാട് പ്രതികൂല സാഹചര്യങ്ങളിലൂടെ കർത്താവെ
ഞാൻ കടന്നു പോവുകയാണ്. അതിനിടയ്ക്കാണ് നിൻ്റെ സന്നിധിയിൽ ഞാൻ വന്നിരിക്കുന്നത്. ഒരൊറ്റ വിശ്വാസത്തിൽ, ഒരൊറ്റ പ്രതീക്ഷയിൽ, ഒരൊറ്റ പ്രാർത്ഥനയിൽ, കർത്താവേ, നീ ഇവിടെ വെച്ച് എന്നെ അനുഗ്രഹിക്കുവാൻ, എൻ്റെ കെട്ടുകൾ അഴിക്കുവാൻ, എനിക്ക് സൗഖ്യം തരാൻ നീ ഒരു തക്ക സമയം ഈ രാത്രിയിൽ കണ്ടെത്തുമെന്നുള്ള വിശ്വാസത്തോടുകൂടിയാണ് ഞാനിവിടെ ഇരിക്കുന്നത്. കർത്താവെ, ഈ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരെയും ഞാൻ നിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവെ, ഏതെല്ലാം സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഏതെല്ലാം സാഹചര്യങ്ങളൊക്കെ അതിജീവിച്ച് എത്രയോ യാത്ര ചെയ്തും വീട്ടിലെ അസൗകര്യങ്ങൾ മാറ്റിവെച്ചുമൊക്കെ ആയിരിക്കും ഇവർ പലരും ഇവിടെ വന്നിരിക്കുന്നത്, അഥവാ വീട്ടിൽ ടെലിവിഷൻ സെറ്റിൽ മുമ്പിൽ ആയിരിക്കുന്നത്. ഒത്തിരി പ്രതികൂല സാഹചര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഒരു കഠിനമായ തീരുമാനത്തിൻ്റെ വെളിച്ചത്തിലാണ് അവർ വന്നിരിക്കുന്നത്. ഒരൊറ്റ വിശ്വാസത്തിലാണ് നിൻ്റെ അടുത്ത് വന്നിരുന്ന് നിന്നോട് പ്രാർത്ഥിച്ചാൽ നീ മറുപടി നൽകും എന്നൊരു വിശ്വാസത്തിൽ. കാരണം നീ ചോദിക്കുന്നവർക്ക് കൊടുക്കുന്ന ദൈവമാണ്, അന്വേഷിക്കുന്നവർക്ക് കാണപ്പെടുന്ന ദൈവമാണ്, മുട്ടുന്നവർക്ക് തുറക്കുന്ന ദൈവമാണ്, എന്നെ വിളിക്കുക ഞാൻ നിനക്ക് മറുപടി തരുമെന്ന് പറഞ്ഞ ദൈവമാണ്. നീ ദൈവത്തെ ആശ്രയിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടിയോ എന്ന് ചോദിച്ച് മറ്റുള്ളവർ നിന്നെ കളിയാക്കാൻ അനുവദിക്കാതെ നിന്നോട് കരുണ കാണിക്കുന്നവനാണ് ഞാനെന്ന് ഞങ്ങളോട് പറഞ്ഞ ദൈവമാണ്. കർത്താവ്, ഈ ബോധ്യങ്ങളുടെയും വിശ്വാസത്തെല്ലാം അടിസ്ഥാനത്തിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ഈ പ്രോഗ്രാമിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും ഞാൻ സമർപ്പിക്കുന്നു. അവരുടെ ജീവിത സാഹചര്യം സമർപ്പിക്കുന്നു, ശരീരത്തെ സമർപ്പിക്കുന്നു, രോഗാവസ്ഥകളെ സമർപ്പിക്കുന്നു, മനസ്സിൻ്റെ എല്ലാ മുറിവുകളോടും ഭാരങ്ങളോടും കൂടി മനസ്സിനെ സമർപ്പിക്കുന്നു, ആത്മാവിൻ്റെ എല്ലാ അവസ്ഥകളോടുകൂടി ആത്മാവിനെ സമർപ്പിക്കുന്നു, ബുദ്ധിയെ സമർപ്പിക്കുന്നു, കുടുംബത്തിലെ അന്തരീക്ഷത്തെ, വ്യക്തിബന്ധത്തിലെ പ്രശ്നങ്ങളെ, സാമ്പത്തിക പ്രശ്നങ്ങൾ, തൊഴിൽ മേഖലയിലെ പ്രശ്നങ്ങളെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, നിന്റെ ശക്തി പ്രകടമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു, നിന്റെ സൗഖ്യം പ്രകടമാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു, രക്ഷിക്കുവാനും നിന്റെ കഴിവ് നീ കാണിച്ചു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നീ പ്രാർത്ഥനയ്ക്ക് തക്ക സമയത്ത് മറുപടി നൽകുന്ന ദൈവമാണെന്ന് ഇന്ന് ഇവിടെ വെച്ച് അനുഭവത്തിലൂടെ ഞങ്ങളെ ബോധ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എഴുന്നേറ്റ് നിന്നുകൊണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കാമോ? കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കാമോ? കർത്താവേ, ഞാൻ വലിയ വിശ്വാസത്തോടും ബോധ്യത്തോടും കൂടിയാണ് വന്നിരിക്കുന്നത്. വലിയ പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ടാണ് വന്നിരിക്കുന്നത്. ഒത്തിരി ശരീരത്തിൻ്റെ വിഷമങ്ങളോടും ഹൃദയത്തിൻ്റെ ഭാരത്തോടും കുടുംബത്തിലെ അസ്വസ്ഥതകളോടും മറ്റ് ജീവിത പ്രശ്നങ്ങളോടും ഒരു കെട്ടകാലത്തിൻ്റെ എല്ലാ ഭാരങ്ങളോടും കൂടിയാണ് കർത്താവയുടെ വന്നിരിക്കുന്നത്. നിന്നിലുള്ള വിശ്വാസം കൊണ്ട്, നിന്നിലുള്ള പ്രത്യാശ കൊണ്ട്, നീ രക്ഷിക്കുന്ന ദൈവമാണെന്നുള്ള ബോധ്യം കൊണ്ട്, നിന്നെ ആശ്രയിക്കുന്നവരെ കൈവിടാത്ത ദൈവമാണെന്നുള്ള തിരിച്ചറിവ് കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഓ കർത്താവേ, ഇവരോരോരുത്തരെയും ഞാൻ സമർപ്പിക്കുന്നു, ഇവരുടെ കുടുംബങ്ങളെ സമർപ്പിക്കുന്നു, ജീവിത സാഹചര്യങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവെ, സ്വർഗം തുറന്ന് ഇറങ്ങി വരണമേ. അനേകരെ തൊട്ടനുഗ്രഹിച്ച കരം നീട്ടി ഇവരോരോരുത്തരെയും ഇപ്പോൾ തൊട്ടനുഗ്രഹിക്കണമേ. അനേകരോട് നീ പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് സൗഖ്യമുണ്ടാകട്ടെ. കർത്താവേ, നീ ആരോടെല്ലാം എനിക്ക് മനസ്സുണ്ട്, നിനക്ക് സൗഖ്യമുണ്ടാകട്ടെ എന്ന് പറഞ്ഞുവോ കർത്താവേ, അവരെല്ലാം ഒരു നിമിഷം കൊണ്ട് സൗഖ്യം നേടി, സ്വാതന്ത്ര്യം നേടി, വിടുതൽ നേടി, ഒരു നിമിഷം കൊണ്ട് അവരുടെ ജീവിതത്തിലെ കെട്ടുകളെല്ലാം പൊട്ടിപ്പോയി. ഓ കർത്താവേ, നിന്റെ ആ കൃപയുടെ കെട്ടഴിക്കുന്ന, അനുഗ്രഹിക്കുന്ന, സുഖപ്പെടുത്തുന്ന കരം ഇപ്പോൾ ഇവരോരോരുത്തരും തലയിൽ വെക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ നാമത്തിൽ ഇവിടെ നിന്നുകൊണ്ട് വിശ്വാസത്തിൽ എൻ്റെ കരം ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെ തലയിൽ ഇപ്പോൾ വെച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശുവിൻ്റെയും സഹായനായ പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലും വിദ്യകനയായ പരിശുദ്ധ മറിയത്തിൻ്റെയും വിശുദ്ധ യൗസേപ്പ് പിതാവിൻ്റെയും വിശുദ്ധ പത്രോസ് പൗലോസ് സ്ലീഹന്മാരുടെയും അല്ലെങ്കിൽ രക്തസാക്ഷികളെ വിശുദ്ധരുടെയും മധ്യസ്ഥതയാലും മുകുതനായ വിശുദ്ധ മിഖായിലിൻ്റെയും മറ്റ് ദൈവദൂതന്മാരുടെയും മധ്യസ്ഥതയിലും ഞാൻ പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, മക്കളുടെ ജീവിതത്തിൽ അവിടെ ഇടപെടണമേ. അവരുടെ കെട്ടുകൾ അഴിയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, രോഗങ്ങൾ സുഖപ്പെടട്ടെ. കർത്താവേ, അലട്ടുന്ന എല്ലാ അന്ധകാര ശക്തികളെയും ദുഷ്ടപിശാചുക്കളെയും ഇവരുടെ സുഖനത്തിന്, ദുഃഖത്തിന്, തകർച്ചയ്ക്ക് കാരണമായ എല്ലാ അന്ധകാര ശക്തികളെയും പൈശാചിക ആധിപത്യങ്ങളെയും നസറായനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പൗരോഹിത്യ അധികാരത്തോടുകൂടി
ഞാൻ ബന്ധിച്ച് നിർവീര്യമാക്കുകയും യേശുവിന്റെ കുരിശുചുവട്ടിലേക്ക് അയക്കുകയും ചെയ്യുന്നു. തിന്മയുടെ എല്ലാ സ്വാധീനങ്ങളും നിങ്ങളെ വിട്ടുപോകട്ടെ. തിന്മയുടെ സ്വാധീനങ്ങളിൽ നിന്ന് നിങ്ങളെ നീക്കമായി വിമോചിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യട്ടെ. നിങ്ങളുടെ കുടുംബാംഗങ്ങൾ വിമോചിക്കപ്പെടുകയും സംരക്ഷിക്കപ്പെടുകയും ചെയ്യട്ടെ. തിന്മയ്ക്ക് നിങ്ങളുടെ മേല്, നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ മേല്, നിങ്ങളുടെ ഭവനങ്ങളുടെ മേല്, വസ്തുക്കളുടെ മേല് യാതൊരു അധികാരവുമില്ലെന്ന് യേശുനാമത്തിൽ ദുഷ്ടാത്മാക്കളോട് കൽപ്പിക്കുകയും അവരെ ബന്ധിച്ച് ബഹിഷ്കരിച്ച് പുറത്താക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളെ ഏറ്റെടുക്കട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളെ നിറയട്ടെ. പരിശുദ്ധാത്മാവ് നിറയട്ടെ. പരിശുദ്ധാത്മാവ് ശക്തിപ്പെടുന്നു. പരിശുദ്ധാത്മാവ് നിങ്ങളെ നയിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അടയാളങ്ങൾ സംഭവിക്കട്ടെ. രോഗശാന്തികൾ സംഭവിക്കട്ടെ. പൈശാചിക പീഡകൾ വിട്ടുപോകട്ടെ. സാമ്പത്തിക തകർച്ചകൾ മാറിപ്പോകട്ടെ. കടബാധ്യത മാറിപ്പോകട്ടെ. ജോലിക്കുള്ള തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. പരീക്ഷ പാസ്സാകാനുള്ള തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ. ദമ്പതികൾ തമ്മിലുള്ള ഭിന്നതകൾ മാറിപ്പോകട്ടെ. വിവാഹ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. മക്കളുണ്ടാകാനുള്ള തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. കുടുംബങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. കർത്താവ് എല്ലാ ക്ഷുദ്രജീവികളുടെ ഉപദ്രവങ്ങൾ ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ വ്യക്തികളിൽ നിന്ന് അകന്നു പോകട്ടെ. എല്ലാ ദുഷ്ടജീവികളെയും, പാമ്പ് പോലെയുള്ള എല്ലാ ക്ഷുദ്രജീവികളെയും ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന്, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് യേശുനാമത്തിൽ ഞാൻ ബന്ധിച്ച് ബഹിഷ്കരിക്കുന്നു. മനുഷ്യർക്ക് ഉപദ്രവമുണ്ടാകാത്ത വിധം അവരെ ഭൂമുഖത്ത് നിന്ന് അപ്രത്യക്ഷമാകട്ടെ എന്ന് യേശുനാമത്തിൽ കൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരത്തിന്റെ സംരക്ഷണം, മാലാഖമാരുടെ കാവല്, പരിശുദ്ധാത്മാവിന്റെ വഴിനടത്തല്, മാതാവിന്റെ വില വിശുദ്ധരുടെ എല്ലാ സംരക്ഷണം, മധ്യസ്ഥ പ്രാർത്ഥന നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്തുതിച്ച് പ്രാർത്ഥിക്കുക, സ്തുതിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, നിന്റെ ശക്തി പ്രകടമാക്കണമേ. നിന്റെ ആ ഒരു കരുണ കാണിക്കുന്ന നിമിഷം ഇത് തന്നെ ആകട്ടെ. ഈ നിമിഷം തന്നെ നീ കരുണ കാണിക്കുന്ന തക്ക സമയമാകട്ടെ. അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അടയാളങ്ങൾ സംഭവിക്കട്ടെ. രോഗശാന്തികൾ സംഭവിക്കട്ടെ. മാനസാന്തരങ്ങൾ സംഭവിക്കട്ടെ. പൈശാചിക പീഡ വിട്ടുപോകട്ടെ. കുടുംബത്തിന്റെ ശാപത്തിന്റെ പാപത്തിന്റെ കെട്ടുകൾ പൊട്ടിപ്പോകട്ടെ. സാമ്പത്തിക മേഖലയിലെ കെട്ടുകൾ പൊട്ടിപ്പോകട്ടെ. പഠന മേഖലയിലെ കെട്ടുകൾ പൊട്ടിപ്പോകട്ടെ. വിവാഹ തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. മക്കളുണ്ടാകുന്ന തടസ്സങ്ങൾ മാറിപ്പോകട്ടെ. കർത്താവേ സ്തോത്രം. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹൃദയം തുറക്കട്ടെ, അതരം തുറക്കട്ടെ. ഹൃദയം തുറന്ന് അതരം തുറന്ന് പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ഹൃദയം തുറക്കണമേ. ഞങ്ങളുടെ അധരങ്ങളിൽ പ്രാർത്ഥന നിക്ഷേപിക്കണമേ. പരിശുദ്ധാത്മാവിനോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കട്ടെ. ഈശോയെ വിളിക്കട്ടെ, ആരാധിക്കട്ടെ. ഞങ്ങൾ ബന്ധനങ്ങൾ അഴിയട്ടെ. കെട്ടുകൾ പൊട്ടട്ടെ. സൗഖ്യമുണ്ടാകട്ടെ. വിടുതലുണ്ടാകട്ടെ. അഭിഷേകമുണ്ടാകട്ടെ. സാധ്യമായതൊന്നുമില്ലല്ലോ, യഹോവയ്ക്ക് കഴിയാത്ത കാര്യമില്ലല്ലോ. ദൈവത്താൽ കർത്താവേ, വിശുദ്ധ ജനത്താൽ ജനത്തെ വിശുദ്ധീകരിക്കണമേ. വിശുദ്ധ ജനം തളിക്കപ്പെടുമ്പോൾ എല്ലാ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ടല്ലോ. യേശുവിന്റെ രക്തത്താൽ ജയമുണ്ടല്ലോ. എപ്പോഴും വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം. ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം. ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം. ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. യേശുവിനെ ഒന്ന് വിളിക്കാമോ? കരങ്ങൾ ഉയർത്തി യേശുവിനെ ഒന്ന് വിളിക്കാമോ? യേശുവേ, വാ തുറന്ന് യേശുവേ, ഞങ്ങളെ രക്ഷിക്കണമേ. ശാപപാപക്കെട്ടുകളിൽ നിന്ന് ഞങ്ങളെ വിമോചിപ്പിക്കണമേ. രോഗപീഠകൾ ഞങ്ങളെ വിമോചിപ്പിക്കണമേ. പൈശാചിക സാന്നിധ്യങ്ങൾ ഞങ്ങളെ വിമോചിപ്പിക്കണമേ. രക്ഷാനാമം യേശുവിന്റെ നാമത്തെ എന്ന് വിളിക്കാമോ? യേശുവേ, ഈശോയെ വിളിക്ക മക്കളെ, യേശുവിനെ വിളിക്ക. യേശുവേ, യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ.
വീണ്ടും കരങ്ങൾ അടിച്ചു പാടാം. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചപ്പോൾ ദൈവം അത് നീതിക്കായി കണക്കിട്ടല്ലോ. അബ്രഹാം യഹോവയിൽ വിശ്വസിച്ചപ്പോൾ ദൈവമത് നീതിക്കായി കണക്കിട്ടല്ലോ. അതിമഹത്തായ പ്രതിഫലം ലഭിച്ചു, ബഹുജാതികൾക്ക് പിതാവാക്കി തീർത്തല്ലോ. അതിമഹത്തായ പ്രതിഫലം ലഭിച്ചു, ബഹുജാതികൾക്ക് പിതാവാക്കി തീർത്തല്ലോ. വിശ്വസിച്ചാൽ കരങ്ങൾ ഉയർത്തി, കരങ്ങൾ ഉയർത്തി. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം, വിശ്വസിച്ച ദൈവത്തിന്റെ മഹത്വം കാണാം. യേശുവേ. പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി കാണാം, ആരാധിച്ച ദൈവത്തിന്റെ വിടുതൽ കാണാം, ആശ്രയിച്ച ദൈവത്തിന്റെ കരുതൽ കാണാം. ഈശോയേ, കരങ്ങൾ ഉയർത്തി ഒന്ന് വിളിക്കാം. യേശുവേ. വിളിക്കാമോ യേശുവേ? വിളിക്കാമോ യേശുവേ? യേശുവേ, രാജാധിരാജ, ഞങ്ങളുടെ രക്ഷക, പാപമോചക, സൗഖ്യദായക, ബന്ധനങ്ങളെ അഴിക്കുന്നവനെ, പിശാചിന്റെ തലയെ തകർത്തവനെ, ഞങ്ങളെ രക്ഷിക്കണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ, രണ്ട് കരങ്ങൾ ഉയർത്തി ഹൃദയത്തിൽ സ്തുതിക്കട്ടെ. യേശുവിനെ വിളിക്കട്ടെ. യേശു നമ്മളെ തൊടുന്ന സമയം, യേശു നമ്മളെ വിടുവിക്കുന്ന സമയം. യേശുവേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിടുതലുണ്ട്, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ട്, യേശുവിന്റെ നാമത്തിൽ വിടുതലുണ്ട്, യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുണ്ട്.